കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശനെ ഇന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഔദ്യോഗികമായി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ പാർട്ടി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് ഒരു പുതിയ ജനാധിപത്യ ഭരണത്തിൻ്റെ ഒരു തുടക്കമാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് കഴിഞ്ഞ പുതുയുഗ യാത്ര നടത്തിയ പുതുയുഗ യാത്രയുടെ നായകൻ കൂടിയായിരുന്ന ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നടപ്പാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് കൃത്യമായി അംഗീകരിച്ചതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ MLA-മാരുടെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും ഘടകകക്ഷി നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇന്ന് ശ്രീ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന നാളുകളിൽ വലിയ ഒരു പ്രതീക്ഷയുടെ നാളുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും, UDF-ൻ്റെ പ്രവർത്തകരും, ജനങ്ങളുമൊക്കെ ആവേശത്തോടെയാണ് ഈ പ്രഖ്യാപനത്തെ എതിരേറ്റത്. അത് നമുക്കൊരു പുതിയ തുടക്കമായി. കേരളത്തിൽ നമുക്കറിയാം, തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അത് തീർച്ചയായും ഞങ്ങളുടെ 5 ഗ്യാരണ്ടി നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു തുടക്കമായിരിക്കും ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടക്കം കുറിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു വലിയ വിശ്വാസം കൂടിയാണ് ഇന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുത്തിത്തിരിപ്പുകാർ പറയണതാണോ കുടുംബിനിയിലെ ബില്ല് പറയണതാണോ സത്യം? സാറൊന്ന് നോക്കി. ഇക്കണ്ട സാധനങ്ങൾക്ക് ഇത്ര വില കുറവോ? നല്ല ഡിസ്കൗണ്ടും ആണോ? എടാ ഉണ്ണി, സ്മാർട്ടായിട്ടൊരു കുടുംബിനി വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ചോയ്സ് എന്തും കുടുംബിനിയായിരിക്കും. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.